ഹലോ ലൈഫ് സ്ട്രീമേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. പിള്ളേരെല്ലാവരും ഒരു ഉറക്കപ്പിച്ചിലൊക്കെ തന്നെയാണ്. ഞങ്ങളിന്ന് കാടിൻ്റെ നടുവിൽ കുറേ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അത് ഷോക്കേസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു നാഷണൽ പാർക്കിലേക്കാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. ബെന്നർഘട്ട നാഷണൽ പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നാഷണൽ പാർക്കും സൂവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു സൂവിൽ ചെല്ലുമ്പോൾ അവരെ ഒരു പ്രത്യേക ഒരു ഏരിയയുടെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ ആനിമലിനെ പിടിച്ചിട്ട് നമുക്ക് കാണാൻ പാകത്തിന് അവരെ കൂടുകളിലൊക്കെ ആയിട്ട് അടച്ചിടുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഉള്ളിൽ അവരെ വളർത്തുന്നു. പക്ഷേ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം മൃഗങ്ങൾക്ക് ഒരുക്കി കൊടുക്കും. കാട് പോലെയുള്ള ഒരു ഏരിയയിൽ മൃഗങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ച് നമ്മുടെ ഒരു സാധാരണ നമ്മളൊരു കാഴ്ച ബംഗ്ലാവിൽ പോകുന്നത് പോലെ ഉള്ള മൃഗങ്ങളാണ്. അത് കഴിഞ്ഞ് ഒരു സഫാരി ഇവിടെ ഉണ്ട്. ഈ സഫാരിയിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സഫാരിയിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും കാടിനകത്തൂടെ നമ്മളെ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അവിടെ നടക്കുന്ന മൃഗങ്ങളെയും കൂടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം ബാംഗ്ലൂർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ബാംഗ്ലൂരുള്ളവരോട് ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബെന്നർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ബാംഗ്ലൂരുകാർ എന്തായാലും വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബാംഗ്ലൂർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിട്ട് കളയാതെ കാണേണ്ട ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. മാത്രമല്ല, നിങ്ങളൊരു ദിവസത്തോളം അതിനുവേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റൊക്കെ ഇവിടെ വന്നെടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ഈസി ആയിട്ട് ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ അത് പ്രത്യേകിച്ച് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഏത് ദിവസമാണോ വേണ്ടത്, തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഓപ്പൺ ആണ്. തിങ്കളാഴ്ചയാണ് പബ്ലിക് ഹോളിഡേ. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ അകത്ത് കയറാനുള്ള എൻട്രി ഫീസും നമ്മുടെ വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫീസും, അതോടൊപ്പം തന്നെ ഈ സഫാരി നമ്മൾ പോകുന്നത് അവരുടെ വെഹിക്കിൾസിൽ, അവരുടെ ഡ്രൈവേഴ്സ് ഓടിക്കുന്ന വെഹിക്കിൾസിലാണ് നമ്മൾ പോകുന്നത്. സഫാരിയുടെ എമൗണ്ടും ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട് അതിൻ്റെയും എല്ലാം ചേർത്ത് നമുക്ക് ഒരു പാക്കേജ് പോലെ നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ പേ ചെയ്യാൻ പറ്റും. പിന്നെ ആ ദിവസം ആ സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തവർക്ക് നേരിട്ട് അകത്തോട്ട് പ്രവേശിക്കാനും സാധിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇവിടെ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. മാനുകളുടെ പല വെറൈറ്റി, പല രൂപത്തിലും ഭാവത്തിലും, പുള്ളിമാൻ, കലമാൻ, പേടമാൻ, പിന്നെന്താണ് സാമ്പാർ ഡിയർ, മ്ലാവ് എന്നൊക്കെ പറയുന്ന ആ എല്ലാ കാറ്റഗറിയിലുള്ളവരെ കണ്ടിരുന്നു. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, ഒരു 9 മണിയോട് കൂടി നമ്മൾ പാർക്കിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 3 മണിക്കൂർ നമുക്ക് ചുറ്റി നടന്ന് ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നല്ല തണലുണ്ട്, കാരണം ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. വളരെ ക്ലീനാണ്, വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയി നടന്ന് ഒരു 3 hours ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൃഗങ്ങളെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഒരു 2:30, 2:45 സമയത്ത് ഒരു സഫാരി നമ്മൾ ഓപ്റ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് സഫാരി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡനിലും ഇറങ്ങി അതും കണ്ടു കഴിഞ്ഞ് ഒരു 4 മണിയോട് കൂടെ നമുക്ക് ഫ്രീ ആവാം. സിംഹത്തെ കണ്ടപ്പോൾ രാജാവാണ്, നമ്മളൊന്ന് ബോ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മീകുട്ടി അവിടെ പോയി നിൽക്കുകയാണ്. നമസ്കാരം പ്രഭു എന്ന് പറയാനാണ് അവൾക്ക് പപ്പ പറഞ്ഞു കൊടുത്തത്. പ്രഭു കേട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് പോരെ. അത് കഴിഞ്ഞ് ഒരു കഴുതപ്പുലിയാണ് കേട്ടോ. അത് കഴുതപ്പുലി ജംഗിൾ ബുക്ക് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മുടെ തവാകി. ഇതൊരു സിംഹവാലൻ കുരങ്ങാണ്. നമ്മുടെ നാട്ടിൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ഇവിടെ അവൻ എന്തോ കുറച്ച് മൂഡ് ഓഫിലായിരുന്നു. അതുകൊണ്ട് ആൾ തല ഉയർന്ന് നോക്കാനൊന്നും തയ്യാറായില്ല. ആമകളുടെ ഒരു വിസ്മയ ലോകം. ആമകൾ തിന്നുന്നത് ക്യാരറ്റാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. കുറേ ക്യാരറ്റ് കഷ്ണങ്ങൾ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തണ്ണിമത്തൻ മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ ഓരോ ആനിമൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എഴുതിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ എത്ര വെയിറ്റ് വരും, എത്ര ഹൈറ്റ് വരും, അവർക്ക് ഒരു ദിവസം പെർ ഹെഡ് എന്ത് ഫുഡാണ് അവർക്ക് അവിടെ കൊടുക്കുന്നത്. ബ്രെഡൊക്കെയാണ് തിന്നാൻ കൊടുക്കുന്നത്. അതുപോലെ കുറേ ഹെൽത്തി നട്ട്സും, എന്ന് വെച്ചാൽ ഓരോ ജീവിക്കും അത് തിന്നുന്ന ഭക്ഷണം തന്നെ കൊടുക്കണമല്ലോ. ഫുൾ ഡാറ്റ അവിടെ അവൈലബിൾ ആണ്. ശരിക്കും ഒരു സുവോളജിയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു പറുദീസയാണെന്ന് തന്നെ പറയാം. അത്രയും വളരെ കംഫർട്ടബിളായിട്ട് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മയിലാണ്, പക്ഷേ പീലി നിവർത്താനുള്ള മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പീലി നിവർത്തി നിൽക്കുന്ന ലുക്കൊന്നും കിട്ടിയില്ല. അങ്ങോട്ട് കുറച്ച് പക്ഷികളും കുറച്ച് കുരങ്ങച്ചന്മാരുടെ വികൃതികളും നക്ഷത്ര ആമ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെയും കൂടി കാണാനുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ.
ഏകദേശം ഒരു കറക്കൊക്കെ കഴിഞ്ഞു. കുറച്ച് പാമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കണ്ടോ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിരിക്കുന്ന കുറച്ച് പക്ഷികളെ കണ്ടോ? എനിക്ക് ഇവരെ കണ്ടപ്പോൾ നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളോട് ഡിസ്റ്റൻസിൽ ക്യൂ നിൽക്കാൻ പറഞ്ഞില്ല, അതുപോലെ കറക്റ്റ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു ബെനിഫിറ്റ്, നമ്മൾ ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറിയാലും നമുക്ക് ലഞ്ച് കഴിക്കണമെങ്കിൽ നമുക്ക് പുറത്ത് കിടക്കാനുള്ളൊരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീണ്ടും വരാനും നമ്മുടെ കയ്യിലൊരു ടോക്കൺ ഉണ്ട്, സഫാരിയുടെ ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഞങ്ങൾ കാറിൽ പോയിട്ടാണ് കഴിച്ചത്. നമ്മൾ എഗ് റോൾസ്, ചപ്പാത്തി എഗ് റോൾസ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഹോട്ടൽ ഫെസിലിറ്റി എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഫെസിലിറ്റി കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. പൊതുവേ നമ്മളൊക്കെ പോകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് പോകാറാണ് പതിവ്. അപ്പോൾ അതുപോലെ നമ്മളും പ്ലാൻ ചെയ്ത് പോയി. വേറെ ഐസ്ക്രീം അതൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അവിടുത്തെ ഹോട്ടലൊരു അത്ര നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ അതിപ്പോൾ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും ഉള്ളതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബാംഗ്ലൂരിൻ്റെ പ്രത്യേകതയാണോ ബന്നർഘട്ടയുടെ പ്രത്യേകതയാണോ എന്നൊന്നുമില്ല, നമ്മുടെ കഥകളി രൂപത്തിനൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. പിന്നെ ഇവിടെ ചന്നപ്പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കർണാടകയിൽ. അവിടുത്തെ ടോയ്സ് കുറച്ച് ഫേമസ് ആണ്. മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടോയ്സാണ്. ചന്നപ്പട്ടണം ടോയ്സും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുന്ന കരിമ്പ് ജ്യൂസ്, മറ്റേ ഈ ചോളം പുഴുങ്ങിയതും തീക്കനൽ വേവിച്ച് അങ്ങനത്തെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പുറത്ത് തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ഏരിയയിലാണ്. അപ്പോൾ നമ്മളൊരു ജീപ്പ് പോലെയുള്ളൊരു വെഹിക്കിളാണ് എടുത്തിരുന്നത്. 6 സീറ്ററാണ്. നമ്മൾ 7 പേരുണ്ട്, 3 കുട്ടികളും 4 അഡൽട്ട്സും. അപ്പോൾ നമ്മളൊരു ജീപ്പാണ് എടുത്തത്. അല്ലെങ്കിൽ ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് നമുക്ക് തോന്നി. നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവറുടെ ഏരിയ ഒരു പ്രത്യേകം ഡെസിഗ്നേറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഡ്രൈവർ ഇരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അത് ഓടിക്കുന്നത്. വിൻഡോസിനെല്ലാം ഈ ഇരുമ്പിൻ്റെ കമ്പി വല വെച്ചിട്ടുണ്ട്. കാരണം മൃഗങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഫുൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ എന്തെങ്കിലും അവരുടെ കൈയിടാനോ ഒക്കെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരം വണ്ടികളിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ മൃഗങ്ങളെ മൊത്തം ഒരുമിച്ച് കാട്ടിൽ അഴിച്ചു വിട്ടിരിക്കുകയല്ല, ഓരോ ഏരിയാസ് ഉണ്ട്. അപ്പോൾ സിംഹത്തെ കാണുന്ന ഒരു ഏരിയ ഉണ്ട്, ടൈഗറിനെ കാണുന്ന ഏരിയ ഉണ്ട്, കരടിയുടെ ഏരിയ ഉണ്ട്, ഹെർബിവോറസ് ആയ മൃഗങ്ങളെ മാത്രം പാർപ്പിച്ചിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം അത്യാവശ്യം ഒരു ഗൈഡിനെ പോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ടായിരുന്നു. ഓരോ ഏരിയയിലെത്തുമ്പോൾ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇവിടെ എത്ര സിംഹമുണ്ട്, എത്ര പുലിയുണ്ട്, അത് ആരാണ്, അത് ആര്, ഏതാണ് അച്ഛൻ, ഏതാണ് മകൻ, 2 പേര് ട്വിൻസാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കേട്ടിരിക്കാൻ പറ്റി. ഒപ്പം തൊട്ടടുത്ത് എന്നുള്ള പോലെ മൃഗങ്ങളെ കാണാനുള്ളൊരു ഓപ്ഷനും കിട്ടി. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഇതൊരു ബൈസണാണ്, കാട്ടുപോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അപകടകാരിയായൊരു കാട്ടുപോത്താണ് എന്നാണ് പറഞ്ഞത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വണ്ടികളെയൊക്കെ വന്ന് ഇടിച്ചിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ. കണ്ടാലും നമുക്കറിയാമല്ലോ ഇവൻ കരുത്തനാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ എന്തായാലും മനസ്സിലാവും. അപ്പോൾ അവന് നമ്മളും ഒരുമിച്ചാണ് ഇങ്ങനെ പോയത്. അപ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ പോയി, അവന് നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. തൊട്ടടുത്താണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ് ശരിക്കും. ഒരു കൈൻഡ് ഓഫ് എ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ മാനുകൾക്ക് ഇവിടെ ക്ഷാമമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാനുകളുണ്ട്. പിന്നെ നമ്മുടെ സിംഹരാജാവിൻ്റെ മടയിലോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇത് പെൺസിംഹമാണ്. ആൺസിംഹത്തിനാണല്ലോ മറ്റേ മുടിയൊക്കെ ഉണ്ടാവുക. ഇവിടെ ഒരുപാട് സിംഹങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കുട്ടികളെയൊന്നും കണ്ടില്ല, പക്ഷേ ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളെയും ഇവിടെ ധാരാളമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇവൻ നമ്മുടെ മുന്നിൽ റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ പതുക്കെ സൈഡിലോട്ട് നീങ്ങിയതിനനുസരിച്ചാണ് നമ്മുടെ വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തത്. പിന്നെ ഇതാ വരുന്നു നമ്മുടെ സ്വന്തം ദേശീയ മൃഗം. ഇവനും ഇവിടെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ആ സിംഹരാജൻ്റെ ഒരു നടത്തം കണ്ടോ? സിംഹം എന്തുകൊണ്ടാണ് മൃഗങ്ങളിലെ രാജാവായത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ആ ആഢ്യത്വം നിറഞ്ഞ ഒരു വാക്കിംഗ് സ്റ്റൈൽ. ഇവിടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ആ പോകുന്നതാണ് ഒരു ബസ് എന്ന് പറഞ്ഞത്. അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൃഗങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വെള്ളക്കടുവയാണ്, വൈറ്റ് ടൈഗർ. ഇവർ 2 പേരുണ്ട്, ട്വിൻസാണ്. അപ്പോൾ അതിൽ 2 എണ്ണത്തിൽ ഒരെണ്ണം ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് തിന്നു കളഞ്ഞ ഒരു കടുവയുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അയാൾ കാണിച്ചു തന്നു. സിംഹങ്ങളുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് കേട്ടില്ല. കടുവകളാണ് ഇവിടെ കുറച്ച് പ്രശ്നക്കാരെന്ന് തോന്നുന്നു. അപ്പം തീറ്റ കൊടുക്കാനായിട്ട് പോയ ആളെ ഇവനാണ് കേട്ടോ, ആ മാൻ ഈറ്റർ എന്ന് പറയപ്പെടുന്ന വൈറ്റ് ടൈഗർ.
കരിമ്പടം പുതച്ച് നിൽക്കുന്ന കരടിച്ചേട്ടനെ നിങ്ങൾ കണ്ടോ? അവൻ്റെ ഒരു ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡാണ് അവന് ഇവിടെ പാർക്കിൽ കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് അവിടെ കുറച്ച് അപ്പുറത്തോട്ട് കടന്നു പോയിട്ട് അവിടെയുള്ള മാനിനെയൊക്കെ ഇവൻ പോയി പിടിച്ച് കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കരടികൾ ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? ശരിക്കും നമ്മളൊക്കെ ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന അതേ ലാഘവത്തോടെയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആശാൻ ഉറക്കത്തിലാണ്. അങ്ങനെ വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന കാട്ടിലൂടെ നമ്മളിങ്ങനെ ഒരു ജീപ്പിലിരുന്ന് അവരുടെ കൂടെ. എനിക്ക് തോന്നുന്നു ഈ മൃഗങ്ങൾ കുറേ ഇതിനോട് അഡ്ജസ്റ്റഡ് ആണ്. കാരണം അവർക്ക് എവ്രി അവർ ഒരു 4-6 ജീപ്പുകളും ഒരുപാട് ബസ്സുകളും ഉണ്ട്. ഇത് ഓരോ മണിക്കൂറിലും അവിടെ സഫാരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് അവർക്ക് നല്ല പരിചയമായി കാണും. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അവിടെ ഇറങ്ങാം. അപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ആ ഒരു എൻട്രൻസ് തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ്. അപ്പോൾ അതിനുള്ളിലോട്ട് കയറുമ്പോൾ വലിയൊരു ഡോം പോലെ ആർച്ച് പോലെ റൂഫുണ്ട്. ഇതിനകത്ത് നിറയെ പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ, പല വർണ്ണത്തിലുള്ള ചിത്രശലഭങ്ങളെയൊക്കെ കാണാനുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അപ്പോൾ അതിനകത്ത് കുറേ ചെടികൾ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളുണ്ടാകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതുണ്ടാകുമ്പോഴാണ് ഇത് ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഓരോ പെർട്ടിക്കുലർ ബട്ടർഫ്ലൈയും ഇരിക്കുന്ന ചെടികൾ ഏതാണ് എന്ന് നോക്കി അത്തരത്തിലുള്ള ചെടികളെ അവരവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. അതിനകത്ത് നല്ല ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പക്ഷേ മരുന്നിന് പോലും ഒരു ചിത്രശലഭത്തെ കണ്ടു കിട്ടാനുണ്ടായില്ല. നമ്മൾ എത്ര തേടി നോക്കിയിട്ടും 1-2 ബട്ടർഫ്ലൈസിനെ മാത്രമേ കണ്ടുള്ളൂ. അത് ചെറിയൊരു നിരാശയായിപ്പോയി. ഞാൻ എൻ്റെ മനസ്സിലൊരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മളതിനകത്തോട്ട് കടന്ന ഉടനെ ഇങ്ങനെ മുകളിലും ചുറ്റുമായിട്ട് ഇങ്ങനെ നിറയെ ബട്ടർഫ്ലൈസൊക്കെ പാറി പറന്ന് നടക്കുന്നതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലൊരു ചിന്ത. പക്ഷേ അതുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആകെ 2 ബട്ടർഫ്ലൈസിനെ ആകെ അവിടെ കണ്ടുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഒരു സീസൺ ഉണ്ടോ, ആ ഒരു സീസണിലാണോ അധികം വരുന്നത്. പക്ഷേ ഇങ്ങനെ അവരൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പൂക്കളും ചെടികളും നല്ല കുളിർമയാണ് അതിനകത്ത്. ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പോലെയുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയുള്ള, നമുക്കൊരു ഹോൾ ഡേ ഈ മൃഗങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഈ ചെടികളുടെയും പൂക്കളുടെയും കൂടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹോൾ ഡേ ഭയങ്കര വെർത്ത് ഉള്ളതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്തൊരു എക്സിബിഷൻ ഹാൾ പോലെ അവർ അവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചതും അവരുടെ പിക്ചേഴ്സും അവരുടെ ആ ഒരു ലൈഫ് സൈക്കിളിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് മറ്റേ ബട്ടർഫ്ലൈയുടെ സൈക്കിളൊക്കെ നമ്മൾ എന്തായാലും ആദ്യത്തിൽ തന്നെ പഠിക്കുമല്ലോ. 2ാം ക്ലാസ് തൊട്ടൊക്കെയുള്ള പിള്ളേർ പഠിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മനസ്സിലാക്കാം. പിന്നെ ഈ ബട്ടർഫ്ലൈ മാത്രമല്ല, അങ്ങനെയുള്ള ഇൻസെക്ട്സ് എല്ലാം, നമ്മുടെ ഗ്രാസ് ഹോപ്പർ, പച്ചക്കാള നമ്മൾ പറയുന്ന തേള്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളെക്കുറിച്ചുള്ള കുറേ ഒരു കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് എന്ന് പറയാം. അപ്പോൾ അത് വെർത്താണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി മാത്രം എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്ത് ഇതിനകത്ത് കയറിയിട്ട് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിരാശ തോന്നും. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു ഡേ വെൽ സ്പെൻഡ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയി കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ ആരെങ്കിലും ബെന്നർഘട്ട നാഷണൽ പാർക്ക് മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾ പറയണം. ഇനി ആരെങ്കിലും ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ ഈ ഒരു സ്ഥലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം.
അപ്പോൾ ഇന്ന് ഇത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും. നമ്മുടെ യൂഷ്വൽ 2 മണിക്ക് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതൊരു 3 മണിയോട് കൂടി ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളടുത്ത് വരുന്നത്. എന്തായാലും നമ്മുടെ ടൈം ഇത്തിരി മാറിയെങ്കിലും അപ്ലോഡ് വേണ്ടെന്ന് വെക്കേണ്ട എന്ന് ഓർത്തിട്ടാണ്. സോ സീ യു ആൾ നെക്സ്റ്റ് ടൈം വുഡ് ബി ഫ്രൈഡേ. അന്ന് ക്രിസ്മസ് ആണ്, ക്രിസ്മസിൻ്റെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നേരത്തെ കൂട്ടി ഒരു മെറി ക്രിസ്മസ് വിഷ് ചെയ്യുകയാണ്. See you next time. Till then, take care. Bye-bye. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ഉണ്ടായത്.